ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. മിക്ക ആൾക്കാരുടെയും ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. കാരണം ഇന്ന് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ മാർക്കറ്റിംഗ് കാരണം ഇത് എടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ പോയാലും ഏത് ഷോപ്പിൽ പോയാലും ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. ഫ്രീ ആയിട്ടാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ അടുത്തേക്ക് ഈ സാധനം പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടല്ലേ, ചുമ്മാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെക്കുകയും ചെയ്യും. പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ടേംസ് ഒന്നും വായിച്ച് നോക്കാറില്ല. കാരണം ഇത് വലിയ മെനക്കേടാണ് ഈ ടേംസൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് പല ആളുകളുടെയും ഇരിക്കുന്നുണ്ടാവും, അത് വലിയ ദോഷം ചെയ്യുന്നുണ്ടാവും. ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രെഡിറ്റ് കാർഡിന് ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിനകത്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് പൈസ കടം തരാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്, കടം എടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. നമ്മൾ കുറച്ച് പൈസ എടുക്കുന്നു, അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ആയിരിക്കും ലിമിറ്റ്. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും അവർ ആ ലിമിറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവുക. ഈ ലിമിറ്റിനകത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ, കടം എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ കടം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ യാതൊരു പെനാൽറ്റിയും കൂടാതെ അല്ലെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും കൂടാതെ തിരിച്ചടക്കാനുള്ള ഒരു സമയമുണ്ട്. ചിലപ്പോൾ അത് 28 ദിവസമായിരിക്കും, അല്ലെങ്കിൽ ചില ക്രെഡിറ്റ് കാർഡിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദിവസത്തിനകത്ത് തന്നെ കൃത്യമായി നിങ്ങൾ തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾ ആ സമയത്തിനുള്ളിൽ തിരിച്ചടച്ചില്ല എന്ന് വിചാരിക്കുക, ലേറ്റായി കഴിഞ്ഞാലാണ് പല ആൾക്കാർക്കും എന്താ സംഭവിക്കുക എന്നറിയാത്തത്. പലപ്പോഴും ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഭീകരമാണ്. ഇത് ഡെയിലി കോമ്പൗണ്ടിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും ഇതിൻ്റെ ഇൻട്രസ്റ്റ് കയറിക്കൊണ്ടിരിക്കും. മാത്രമല്ല അത്ര ദിവസത്തെ കാര്യങ്ങൾ വീണ്ടും അത് കോമ്പൗണ്ട് ചെയ്ത് ആ ഇൻട്രസ്റ്റിൽ കൂടിക്കൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പലപ്പോഴും ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 60%, 70%, 80%, 100% വരെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു വർഷമൊക്കെ നിങ്ങൾ ലേറ്റാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെ വലിയ ഒരു പെനാൽറ്റി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. പിന്നെ ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് കേസ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഒരു ആവശ്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല കൃത്യമായിട്ടുള്ള സമയത്ത് പേ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ സൈക്കിൾസ് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. വേണമെങ്കിൽ ഓട്ടോ ഡെബിറ്റ് സംവിധാനം ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ പോയിന്റ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസാണ്. പലപ്പോഴും പല സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്ട്രാ ഫീസ് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഈടാക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ പല ക്രെഡിറ്റ് കാർഡുകളും ആക്ച്വലി നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സർചാർജ് അതിൻ്റെ പുറത്ത് ചുമത്തുണ്ടാവും. ചില ക്രെഡിറ്റ് കാർഡുകൾ മാത്രം ആ ഒരു സർചാർജ് വേവ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിൽ മാത്രമേ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ക്രെഡിറ്റ് കാർഡുകൾ വെച്ച് നിങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ അതിൻ്റെ പുറത്ത് പോകുന്നുണ്ടാവും. നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയുന്നുണ്ടാവില്ല, അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല കാര്യത്തിലും സർചാർജുകളുണ്ട്. അപ്പോൾ എക്സ്ട്രാ ചാർജൊന്നും ഇല്ല, ഇത് ഫ്രീ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും യൂസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ചാർജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ലിമിറ്റാണ്. നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 3 ലക്ഷം രൂപയുടെ പരിധി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 3 ലക്ഷം രൂപ വരെ കടം എടുക്കാമെന്ന് വിചാരിച്ചോളൂ ക്രെഡിറ്റ് കാർഡിൽ നിന്ന്. സാധാരണഗതിയിൽ 30%, നമ്മുടെ ലിമിറ്റിൻ്റെ 30%-ൽ താഴെ മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത് ആണല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഇയാൾക്ക് അത്രയധികം പൈസയൊന്നും ആവശ്യമില്ല, അയാളുടെ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം അങ്ങനെ ഇത് ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കുറയും. അപ്പം നാളെ നിങ്ങളൊരു ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആക്ച്വലി അത് കിട്ടാനുള്ള പോസിബിലിറ്റി കുറയുമെന്നുള്ളതാണ് സത്യം. ഈ 3 പോയിന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് പോയിന്റുകൾ ക്രെഡിറ്റ് കാർഡ് ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആവുക, അത് ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേസമയം അശ്രദ്ധമായി ഉപയോഗിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ക്രെഡിറ്റ് കാർഡ് സമ്മാനിക്കുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.